ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഉയർ സിനിമ കണ്ടു. എനിക്ക് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. പക്ഷെ മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് ഉണ്ട്. പക്ഷെ മെസ്സേജ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് പടത്തിന് തിയേറ്ററിക്കലി എത്രത്തോളം റേറ്റിംഗ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് എൻഗേജിങ് ആയിട്ട് എടുത്താൽ മാത്രമാണ് ഇതുപോലെ റെലവെന്റ് ആയിട്ടുള്ള തീമുള്ള റിയൽ ഇവന്റിനെ ബേസ് ചെയ്ത് വരുന്ന സിനിമകൾക്ക് കുറേം കൂടി അപ്രീസിയേഷനും കുറേം കൂടി വൈഡർ ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്കത് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മേക്കിംഗ് ആണ് ഇതിൽ ഏറ്റവും ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ഇവരുടെ ഇന്റൻഷനും മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതും നല്ലതായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് പോരാ, ഒരു എൻഗേജിങ് ഇല്ല, പല ഭാഗങ്ങളിൽ നമുക്ക് ബോറിംഗ് പോലെ തോന്നുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഇവർ വളരെ ശോകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കത് ടോട്ടലി ഒരു ബന്ധമില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് തോന്നുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പർപ്പസ്ഫുള്ളി ഒരു സ്ലോ ആക്കുകയാണ് പല കാര്യങ്ങള്. പിന്നെ ഇതില് അന്വേഷണങ്ങളോ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടോ ഒന്നും കാര്യമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നില്ല. ഈ ഒരു ക്രൈമിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അത് അവർക്ക് ഒരു പൊടി മേലെ കുറച്ചും കൂടി എന്താ പറയാ ഒരു സിനിമാറ്റിക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറേം കൂടി നമുക്ക് പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ഒന്നും കൂടി ഗ്ലൂ ആയിട്ട് തിയേറ്ററിലേക്ക് ഇരുന്ന് നമ്മൾ ഒന്നും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആയേനെ. എനിക്കത് ഇൻട്രസ്റ്റ് കിട്ടിയില്ല. അതാണ് എനിക്കൊരു നിരാശയായിട്ട് തോന്നിയത്. പക്ഷെ അറ്റ് ദ എൻഡ് ഇതിലൊരു മെസ്സേജ് ഉണ്ട്, റിയൽ ഇവന്റ് ആണ്, അത് ഓക്കെ, അത് നമുക്ക് അപ്രിസിയേഷൻ കൊടുക്കാം. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ മേക്കിംഗ്, ഓവറോൾ എന്താ പറയാ പ്രസന്റേഷൻ ഭയങ്കര ഡള്ളായിരുന്നു, ഭയങ്കര വീക്കായിരുന്നു. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് സിനിമാറ്റിക് വ്യൂ കിട്ടിയില്ല. പക്ഷെ മെസ്സേജ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഈ കാര്യത്തെ കുറിച്ചിട്ട് ആളുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ മൂവി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ അത്രത്തോളം പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ റോഷൻ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിൽ ബൈജു ഇവരൊക്കെ കുഴപ്പമില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ അഭിനയം കൊണ്ട് മാത്രം ഒന്നും ആയില്ല. ആദ്യമേ പറഞ്ഞ പോലെ മേക്കിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രസന്റേഷൻ ഭയങ്കര ഡള്ള് ബോറിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഓവറോൾ അവരുടെ മെസ്സേജിന്റെ അത് അതിൽ മുങ്ങിപ്പോയി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക.